ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ മസിലിൻ്റെ സ്ട്രക്ചറിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. പ്രത്യേകിച്ചും സ്ട്രേറ്റഡ് മസിൽസ് എന്ന് പറയാൻ തന്നെ കാരണം മസിൽസിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രയേഷൻസ് കാണാം. എന്തൊക്കെ സ്ട്രയേഷൻസ് ആണ്? വരകളാണ്, ബാൻഡുകളാണ്, ഡാർക്ക് സ്ട്രയേഷൻസും ലൈറ്റ് സ്ട്രയേഷൻസും. ഡാർക്ക് സ്ട്രയേഷൻസിനെ അനൈസോട്രോപ്പിക് ബാൻഡ് എന്നും എ ബാൻഡ് എന്നും, ലൈറ്റ് സ്ട്രയേഷൻസിനെ ഐസോട്രോപ്പിക് ബാൻഡ് അല്ലെങ്കിൽ ഹൈ ബാൻഡ് എന്നും പറയും. അതിങ്ങനെ ഇടവിട്ടാണ് കാണുക. ഇനി ഇവ എങ്ങനെ ഉണ്ടാവുന്നത്? ഇവ ഉണ്ടാവാൻ കാരണം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിലമെൻറ്റുകളാണ്. ആക്റ്റിൻ ഫിലമെൻറ്റുകൾ, അതുപോലെ തന്നെ മയോസിൻ ഫിലമെൻറ്റുകൾ. ഇങ്ങനെ രണ്ട് ഫിലമെൻറ്റുകൾ. ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ തിൻ ഫിലമെൻ്റാണ്, മയോസിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ തിക്ക് ഫിലമെൻ്റാണ്. ഈ രണ്ട് ഫിലമെൻറ്റുകളും ഓൾട്ടർനേറ്റീവായിട്ട് മസിൽ ഫൈബറിൽ ക്രമീകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാൻഡുകൾ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടിട്ടുണ്ട്. ഈ ഡാർക്ക് ബാൻഡിൻ്റെ മധ്യത്തിൽ കുറച്ചും കൂടെ ലെസ് ഡാർക്കായിട്ടുള്ളൊരു ബാൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് സോൺ ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എച്ച് സോൺ. അതുപോലെ ഐ ബാൻഡിൻ്റെ മധ്യത്തിലൊരു ലൈൻ ഉണ്ട്, ദാറ്റ് ലൈൻ ഈസ് കോൾഡ് സെഡ് ലൈൻ. അടുത്തടുത്തിരിക്കുന്ന രണ്ട് സെഡ് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. ഈ സാർക്കോമിയർ എന്ന് പറയുന്നത് ഒരു മസിലിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണെന്ന് കണ്ടു. ഇനി അപ്പോൾ ഈ ബാൻഡുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു ആക്റ്റിനും മയോസിനും ഫിലമെൻ്റാണ്. ഇനി ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നത്. ആക്റ്റിൻ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് മെയ്ഡ് ഓഫ് ടു ഫിലമെൻറ്റസ്. വൺ ഈസ് എഫ് ആക്റ്റിൻ ആൻഡ് അനദർ വൺ ഈസ് കോൾഡ് ജി ആക്റ്റിൻ. എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് ആക്റ്റിൻ, ഫിലമെൻറ്റസ് ആക്റ്റിൻ. അതിങ്ങനെ ഇതാണ് ഒരു ഫിലമെൻറ്റസ് എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റ് പോലെയാണ് ഇത് കിടക്കുന്നത്. അത് ഉണ്ടാക്കുന്നതാണ് എഫ് ആക്റ്റിൻ. മറ്റൊന്ന്, ഓരോ ഫിലമെൻറ്റുകൾ ഉണ്ടാക്കുന്നതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ റൗണ്ട് പ്രോട്ടീൻ കാണാം. ദാറ്റ് ഈസ് ഗ്ലോബുലാർ പ്രോട്ടീൻ. അപ്പം എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു ഫൈബർ പോലെ കിടക്കുന്നതാണ് എഫ് ആക്റ്റിൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോ ചെറിയ റൗണ്ടഡ് ഗ്ലോബുലാർ പ്രോട്ടീൻ കൊണ്ടാണ്. സോ ഇറ്റ്സ് കോൾഡ് ജി ആക്റ്റിൻ. അങ്ങനെ രണ്ട് തരം ആക്റ്റിൻ കാണാം. ദിസ് ആക്റ്റിൻ കണ്ടെയ്ൻസ് 2 അതർ പ്രോട്ടീൻസ് ഓൾസോ. ഇത് കൂടാതെ 2 മറ്റ് പ്രോട്ടീൻസ് കൂടെ കാണാം. എന്താണ്? അതായത് നമുക്കിവിടെ ഒരു കയർ പോലെ ചുറ്റി കാണുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രോപ്പോമയോസിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടക്കിടക്ക് ഇങ്ങനെ കുറേ ചെറിയ റൗണ്ടുകൾ കാണുന്നില്ല, ഒന്നിവിടെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രോപ്പോനിൻ. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റിൽ 4 തരം പ്രോട്ടീൻസ് കാണാം. ഈസ് കോൾഡ് ഫിലമെൻറ്റസ് എഫ് ആക്റ്റിൻ പ്രോട്ടീൻ, മറ്റൊന്ന് ജി അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ പ്രോട്ടീൻ, മറ്റൊന്ന് ട്രോപ്പോമയോസിൻ പ്രോട്ടീൻ, മറ്റൊന്ന് ട്രോപ്പോനിൻ പ്രോട്ടീൻ. അത് സ്ട്രക്ചർ ശരിക്കും പഠിക്കണം, വരച്ചിട്ട് അത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് ദീസ് ലാസ്റ്റ് ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ. Then 2 of the filaments of tropomyosin runs along the grooves of F actin double helix. ഇതിൻ്റെ ഗ്രൂസിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്, ഈ അരികളിലൂടെയാണ് ഇങ്ങനെ ചുറ്റി പോകുന്നത്. ഓക്കെ. ഈ ട്രോപ്പോനിൻ എന്ന് പറയുന്നത് 3 സബ് യൂണിറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റെഗുലർ ഇൻ്റർവൽ. ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലായിട്ടാണ് ഈ ട്രോപ്പോനിൻ കിടക്കുന്നത്. ഈ ട്രോപ്പോനിൻ കിടക്കുന്ന സ്ഥലത്ത് ശരിക്കും ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ ഒരു സൈറ്റ് ഉണ്ട്. ദാറ്റ് സൈറ്റ് ഈസ് കോൾഡ് മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ആ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്തിട്ടാണ് ശരിക്കും ഈ ട്രോപ്പോനിൻ കിടക്കുന്നത്. മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റ് ഉണ്ട് ഈ ട്രോപ്പോനിൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിൽ. അതിനെ മാസ്ക് ചെയ്തുകൊണ്ട് അടച്ചു പിടിച്ചാണ് ട്രോപ്പോനിൻ കിടക്കുന്നത്. ഓക്കെ. Then myosin protein. Each myosin filament is a polymer of many monomeric protein called മീറോമയോസിൻ. മയോസിൻ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ മയോസിൻ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മീറോമയോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. മീറോമയോസിൻ 2 പാർട്ടുണ്ട്. അതിൻ്റെ ഹെവി മീറോമയോസിൻ ഓർ HMM എന്ന് പറയും, മറ്റതിനെ ലൈറ്റ് മീറോമയോസിൻ അല്ലെങ്കിൽ LMM എന്ന് പറയും. ഹെവി മീറോമയോസിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് പാർട്ടാണ്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു മയോസിൻ ഫിലമെൻറ്റ്. അതിൻ്റെ ഹെഡ് പാർട്ടിനെ ഹെവി മീറോമയോസിൻ എന്നും ടെയിൽ പാർട്ടിനെ ലൈറ്റ് മീറോമയോസിൻ എന്നും പറയും. ഓക്കെ. HMM ആസ് വെൽ ആസ് LMM. ഇനി മയോസിൻ്റെ ദ ഗ്ലോബുലാർ ഹെഡ് ഈസ് എൻ ആക്റ്റീവ് ATPase എൻസൈം. ഇതിൻ്റെ ഹെഡിന് 2 പോർഷൻസ് ഉണ്ട്, 2 സ്പോട്ടുകളുണ്ട്. അതിലൊന്ന് ATPase എൻസൈംസ് ഉള്ള സ്പോട്ടാണ്. ഓക്കെ. മറ്റൊന്ന് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്പോട്ടാണ്. ഇതാണ് മൊത്തത്തിൽ മയോസിൻ ഫിലമെൻ്റ് ഒരു ക്രമീകരണം. ഇതിങ്ങനെ ഒരു ഹൂക്സ് പോലെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ഹൂക്സ് പോലെയാണ് ഇവയുടെ ക്രമീകരണം. സോ ആ സ്ട്രക്ചറും ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പഠിച്ചോളണം. ഇനി ഈ 2 സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. മെക്കാനിസം ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം തിയറീസ് ഉണ്ട് ബയോളജിയിൽ. അതിൽ ഹക്സ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന
ജൂലിയൻ ഹക്സ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറിയാണ് ഇന്ന് സയൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി, ഓർത്തോളം മസിലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് മസ്കുലാർ കൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് തിയറിയാണ്. അക്കോർഡിംഗ് ടു സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി, കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽ ഫൈബർ ഒക്കേർഡ് ബൈ ദ സ്ലൈഡിംഗ് ഓഫ് തിൻ filament, sliding of thin actin filament over the thick filament, myosin filament, sliding of the thin actin filament over the thick myosin filament. അങ്ങനെയാണ് ഈ പിന്നെ സ്ലൈഡിങ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽസ് നടക്കുന്നത്. നമുക്കിവിടെ കാണാം അതിൻ്റെ ഒരു ഫിഗർ. ദ ആക്റ്റിൻ ഫിലമെൻ്റ് മുകളിലെയും മയോസിൻ ഫിലമെൻ്റ് താഴെയും. ഈ മയോസിൻ ഫിലമെൻ്റ് ഹെഡ് പോയിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ചില പ്രത്യേക സൈറ്റിൽ ഇങ്ങനെ ഹൂക്ക് ചെയ്യുന്നതായി കാണാം, കൊളുത്തുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ. നമുക്കറിയാം ഏതൊരു മസ്കുലാർ കോൺട്രാക്ഷനും ആദ്യം വരേണ്ടത് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽ വരണം മസിൽസിലേക്ക്. അപ്പം എൻ ഇമ്പൾസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് ഫ്രം ബ്രെയിൻ, റീച്ചസ് ദി ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെർവും മസിലും ചേരുന്ന ജംഗ്ഷനിലേക്ക് വരണം. ഇപ്പോൾ ബ്രെയിനിൽ നിന്ന് മസിലേക്ക് ഇമ്പൾസ് പോകുന്നത് മോട്ടോർ നെർവ് വഴിയാണ്. അപ്പോൾ മോട്ടോർ നെർവ് മസിലുമായിട്ട് ജോയിൻ ചെയ്യുക, മോട്ടോർ നെർവ് മസിലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഏരിയയാണിത് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. ഈ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ്റെ ഒരു എൻലാർജ്ഡ് ഫിഗറാണ് ശരിക്കും ഇത്. നെർവിൻ്റെ എൻഡ് മസിലുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലം, അതിനാണ് ന്യൂറോമസ്കുലാർ എൻഡ് അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്നൊക്കെ പറയും അതിന്. ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ, that is synapse between motor neuron as well as sarcolemma of the muscle fiber. A motor neuron plus muscle fiber is equal to a motor unit. അതൊക്കെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സിനാപ്റ്റിക് വെസിക്കിൾസ് റിലീസസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ അസിറ്റൈൽ കോളിൻ. അപ്പോൾ മസിലിൽ നിന്നും നെർവിൻ്റെ അറ്റത്തേക്ക് ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ നെർവിൽ നിന്നും ഇമ്പൾസ് എങ്ങനെയാണ് മസിൽസിലേക്ക് എത്തുക? നെർവിൻ്റെ അറ്റത്തുള്ള സിനാപ്റ്റിക് നോബിൽ നിന്നും അസെറ്റൈൽ കോളിൻ എന്ന് പറയുന്ന കെമിക്കൽസ് മസിൽസിലേക്ക് റിലീസ് ചെയ്യും. ഇറ്റ് ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാർക്കോലമ ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദി മസിൽ ഫൈബർ. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പൾസ് മസിൽസ് മുഴുവൻ സ്പ്രെഡ് ചെയ്യും. ഇറ്റ് കോസസ് ദ റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഫ്രം ദ സാർക്കോപ്ലാസ്മിക് സിസ്റ്ററിനെ ഇൻ ടു സാർക്കോപ്ലാസം. അങ്ങനെ സാർക്കോപ്ലാസത്തിലുള്ള സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പോലെ മസിൽസിലുള്ള സാധനമാണ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. അതിൽ നിന്ന് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. ഇപ്പോൾ ബ്രെയിനിൽ നിന്ന് ഇമ്പൾസ് മസിൽസിലേക്ക് എത്തും, മസിൽസിലുള്ള സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോണുകൾ റിലീസ് ചെയ്യും. ഈ കാൽഷ്യം അയോണുകൾക്ക് എന്താ സംഭവിക്കുന്നത്? കാൽഷ്യം അയോൺസ് ബൈൻഡ് വിത്ത് ദ ട്രോപ്പോനിൻ ഓൺ ആക്ഷൻ ഫിലമെൻറ്റ് ആൻഡ് അൺമാസ്ക് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ മയോസിൻ. അങ്ങനെ നേരത്തെ അവിടെയുള്ള ട്രോപ്പോനുമായിട്ട് കാൽഷ്യം അയോൺസ് ബൈൻഡ് ചെയ്യുമ്പോൾ കാൽഷ്യം അയോൺസ് ആ ബൈൻഡിങ് സ്പോട്ട് നിന്നും തെന്നി മാറും. അപ്പോൾ ബൈൻഡിങ് സ്പോട്ട് പുറത്തേക്ക് കാണാൻ തുടങ്ങും. യൂസിങ് ദ എനർജി ഫ്രം ദ ATP ഹൈഡ്രോളിസിസ്, ATPനെ ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് മയോസിൻ ഹെഡ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓൺ ദ ആക്റ്റിൻ ടു ഫോം ക്രോസ് ബ്രിഡ്ജ്. ദാറ്റ് ഈസ് നേരത്തെ അവിടെ കണ്ടിരിക്കുന്ന ബൈൻഡിങ് സൈറ്റിലേക്ക് മയോസിൻ്റെ ഹെഡ് പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആക്റ്റിൻ മയോസിൻ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രോസ് ബ്രിഡ്ജ്. ദിസ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ് ഓൺ ബോത്ത് സൈഡ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി എ ബാൻഡ്. അപ്പോൾ രണ്ട് വശത്തു നിന്നും എ ബാൻഡിലേക്ക് ഈ മയോസിൻ ഫിലമെൻറ്റ് ആക്റ്റിൻ ഫിലമെൻറ്റിനെ വലിച്ചടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മസിൽസിൻ്റെ ലെങ്ത്ത് കുറയുകയും തിക്നെസ് കൂടുകയും ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മസ്കുലാർ കോൺട്രാക്ഷൻ. ആക്റ്റിൻ ഫിലമെൻറ്റ് പാർഷ്യലി ഓവർലാപ്പ് സോ ദാറ്റ് ദ എച്ച് സോൺ ഡിസപ്പിയർ. എച്ച് സോണിലേക്കാണ് നമുക്കറിയാം, എ ബാൻഡിൻ്റെ മധ്യത്തിൽ എച്ച് സോൺ ഉണ്ട്. അപ്പോൾ രണ്ട് എച്ച് സോണിൻ്റെ അപ്പുറത്തിപ്പുറത്തും ആക്റ്റിൻ ഫിലമെൻറ്റ് എച്ച് സോണിലേക്ക് അടുപ്പിക്കും. അപ്പോൾ എച്ച് സോണിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് എച്ച് സോൺ ചുരുങ്ങി വരും. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? രണ്ട് വശത്തിലെ സെഡ് ലൈൻസ് attracted to actin also pulled inwards. This is causes the shortening അല്ലെങ്കിൽ contraction of the sarcomere. I band gets shortened and A band remains the length. I ബാൻഡുകളാണ് ഷോർട്ടൻ ചെയ്യുന്നത്, കാരണം അതിനെയാണ് വലിച്ചടുപ്പിക്കുന്നത്. A ബാൻഡ് അതുപോലെ കിടക്കും. അതിൻ്റെ ഡിഫറൻഷ്യൽ സ്റ്റെപ്സുകളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കാണാം, ഈ എച്ച് സോണിലേക്കാണ് അപ്പുറത്തും ഇപ്പുറത്തും ഐ ബാൻഡുകൾ അടുക്കുക. അപ്പോൾ നോക്കുകയാണത് എച്ച് സോൺസ് ചുരുങ്ങി രണ്ട് ഐ ബാൻഡുകളും അല്ലെങ്കിൽ രണ്ട് സെഡ് ലൈൻസും അടുത്തടുത്ത് വന്നത്. നേരത്തെ സെഡ് ലൈൻസ് ഇവിടെയും ഇവിടെ ഇത്രയും അകലത്താണ്, ഇവിടെ കുറച്ചും കൂടെ അടുത്തു എന്ന് പറഞ്ഞാൽ മസിൽ ചുരുങ്ങി വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മസ്കുലാർ കോൺട്രാക്ഷൻ. മയോസിൻ റിലീസസ് ADP and inorganic phosphate and goes back to relaxed state. A new ATP bind and cross bridge is broken. The ATP is again hydrolyzed by the myosin head and the above processes are repeated causing further sliding. Okay,
That is what is happening, mechanism of muscular contraction. When calcium ions are pumped back to the sarcoplasmic reticulum, the actin filaments are again masked so that acid lines returns to their original. So this is what is called relaxation. അപ്പോൾ ഈ എനർജി കഴിഞ്ഞാൽ വീണ്ടും ഈ പിന്നെ കാൽഷ്യം അയോൺസ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ട്രോപ്പോനിൻ റിലീസ്ഡ് ആവുകയും ട്രോപ്പോനിൻ വീണ്ടും വന്നിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ആ പർട്ടിക്കുലർ സൈറ്റിലേക്ക് മാസ്ക് ചെയ്യുകയും ചെയ്യും. അപ്പം വീണ്ടും മസിൽ പഴയ അവസ്ഥയിലേക്ക് എത്തും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിലാക്സേഷൻ. അപ്പം ഇത് അതിൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സാണ്. ദ റിയാക്ഷൻ ടൈം ഓഫ് ദ ഫൈബർ വേരീസ് ഇൻ ഡിഫറെൻറ്റ് മസിൽസ്. മസിൽ കോൺട്രാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം പലതിനും വ്യത്യാസമായിരിക്കും. റിലീസ് ഓഫ് repeated activation of the muscle leads to the accumulation of lactic acid. It causes muscle fatigue. ഇങ്ങനെ മസിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മസിൽസിനകത്ത് ഫാറ്റിക് ആസിഡ് ചിലപ്പോൾ അടിഞ്ഞുകൂടാം. അത് മസിൽ പിന്നെ ക്ഷീണിക്കുന്നതിന് കാരണമാകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മസിൽ ഫാറ്റിക്. ദിസ് ഈസ് ഡ്യൂ ടു ദ അനറോബിക് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഗ്ലൈക്കോജൻ ഇൻ മസിൽസ്. ഓക്കെ, മറ്റൊരു ടോപ്പിക് നമ്മൾ പഠിക്കും. നമ്മുടെ ബോഡിയിൽ 2 തരം പേശികൾ കാണാം. നിങ്ങളൊരു അറവശാലയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പോത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ ആടിൻ്റെയൊക്കെ ഇറച്ചി നിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ചില ഭാഗങ്ങളുടെ മസിൽസിന് നല്ല റെഡ്നെസ് ഉണ്ടാവും, ചില ഭാഗങ്ങളുടെ മസിൽസിന് അത്രയും റെഡ്നെസ് ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയും ആ റെഡ് മസിൽ തന്നെ മുറിച്ച് തരാൻ വേണ്ടി പറയും. ഓക്കെ, സോ അങ്ങനെ മസിൽസ് നമുക്ക് 2 നിറത്തിൽ കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റെഡ് മസിൽ ഫൈബർ ആസ് വെൽ ആസ് വൈറ്റ് മസിൽ ഫൈബർ. റെഡ് മസിൽ ഫൈബർ എയറോബിക് മസിൽ ഫൈബറാണ്. വൈറ്റ് മസിൽ ഫൈബർ അനറോബിക് എന്നൊരു രീതിയിൽ പറയുകയാണെങ്കിൽ റെഡ് മസിൽ ഫൈബർ ഡ്യൂ ടു ദി റെഡ് കളർ ഈസ് ഡ്യൂ ടു ദി മയോഗ്ലോബിൻ, വൈറ്റ് കളർ ഡ്യൂ ടു ദി ലെസ്സർ മയോഗ്ലോബിൻ. മോർ മൈറ്റോകോൺട്രിക് ആണ് റെഡ് മസിൽ, ഇതിനകത്ത് ലെസ് മൈറ്റോകോൺട്രിക് ആണ്. എയറോബിക് മെറ്റബോളിസം ആണ്, അനറോബിക് മെറ്റബോളിസം ആണ് ഇപ്പുറത്ത്. സ്ലോ ആൻഡ് സസ്റ്റൈനബിൾ കോൺട്രാക്ഷൻ ആണ്, സാവധാനത്തിലുള്ള പക്ഷെ നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ഷനാണ് റെഡിൽ കാണുക. എന്നാൽ